ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് പ്ലാസ്മ പ്രോട്ടീൻസ്. എന്താണ് പ്ലാസ്മ പ്രോട്ടീൻസ്? പ്ലാസ്മ പ്രോട്ടീൻസ് 3 ടൈപ്പ് ഉണ്ട്. സെറം ആൽബുമിൻ, സെറം ഗ്ലോബുലിൻ, ഫിബ്രിനോജൻ. അപ്പോൾ ഈ 3 ഞാൻ ഹെമറ്റോളജിയിൽ ഫസ്റ്റ് എടുക്കുമ്പോൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ 3 ടൈപ്പ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല, എത്ര ഉണ്ട് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫിബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫിബ്രിനോജൻ. ഈ ഫിബ്രിനോജൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്ത ശേഷം കണ്ടെയ്നറിൽ കളക്ട് ചെയ്ത ശേഷം എന്താവുന്നുണ്ട്, ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡൾട്ട്സിൽ അത്യാവശ്യം ഒരു 2 ml ബ്ലഡ് കളക്ട് ചെയ്ത് അഡൾട്ട്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താവും, ക്ലോട്ട് ആവില്ലേ. കുറച്ച് നേരം വെക്കുമ്പോൾ അത് ക്ലോട്ട് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ റെഡ് ബ്ലഡ് സെൽസ് എല്ലാം താഴെ അടിഞ്ഞു കൂടുകയാണ്. റെഡ് ബ്ലഡ് സെൽസ് എല്ലാം താഴെ അടിഞ്ഞുകൂടി മുകളിൽ പ്ലാസ്മ അല്ലെങ്കിൽ ആ സിറം ഒരു തരം യെല്ലോ കളർ ഫ്ലൂയിഡ് മാത്രമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള ഫിബ്രിനോജൻ, ബ്ലഡിലുള്ള ഫിബ്രിനോജൻ എന്തായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്, ക്ലോട്ട് ആകുമ്പോൾ ഫിബ്രിനായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ക്ലോട്ട് ആകുമ്പോൾ എന്തായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്, ഫിബ്രിനായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. ഈ കൺവേർട്ടായ ഈ ഫിബ്രിൻ കൺവേർട്ട് ആകുമ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ കൊയാഗുലേഷൻ സംഭവിച്ചു, ബ്ലഡ് ക്ലോട്ടായി, കട്ട പിടിച്ചു. ഇങ്ങനെ കട്ട പിടിച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും, ഇങ്ങനെ കട്ട പിടിച്ച് കഴിയുമ്പോൾ നോർമലി അതിൽ ഫിബ്രിനോജനൊന്നും ഇല്ല അല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ കാണുന്ന ആ കട്ട പിടിച്ചതിൻ്റെ മോൾ ഭാഗം ഒരു ഗ്രോ കളർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ ഫ്ലൂയിഡ് അല്ലേ, യെല്ലോ കളർ ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിറം എന്ന് പറയുന്നത്. ഒരു സ്ട്രോ കളർ ഫ്ലൂയിഡ്. ആ സ്ട്രോ കളർ ഫ്ലൂയിഡിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, സിറം എന്ന് പറയുന്നത് അല്ലേ, സിറം എന്ന് പറയുന്നത്. ഈ സിറം അപ്പോൾ എന്തായി, ഫിബ്രിനോജൻ ഉണ്ടായിരുന്നു ബ്ലഡ് കളക്ട് ചെയ്യുമ്പോൾ, ആ ഫിബ്രിനോജൻ അടിഞ്ഞുകൂടി ഫിബ്രിനായിട്ട് മാറി. ഫിബ്രിനായി മാറുമ്പോൾ സമയത്ത് ബാക്കി ഉണ്ടാകുന്ന പോർഷൻ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിറം എന്ന് പറയുന്നത്. എന്താ പേര് പറയുന്നത്, സിറം എന്ന് പേര് പറയുന്നത്. അപ്പോൾ ഈ സിറവും പ്ലാസ്മയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, അപ്പോൾ സിറത്തിൽ ഇപ്പോൾ എന്തായി, ഫിബ്രിൻ ഇല്ല അല്ലേ, ഫിബ്രിൻ അടിഞ്ഞുകൂടി ഫിബ്രിനോജൻ അടിഞ്ഞുകൂടി ഫിബ്രിനായിട്ട് മാറി. അപ്പോൾ എന്തില്ല സിറത്തിൽ, ഫിബ്രിൻ ഇല്ല. അതേസമയം പ്ലാസ്മയിലോ ഫിബ്രിൻ ഉണ്ട്. അപ്പോൾ എന്താണ്, സിറത്തിൽ ഫിബ്രിൻ ആബ്സെൻ്റ് ആണ്, പ്ലാസ്മയിൽ പ്രസൻ്റ് ആണ്. അപ്പോൾ എന്താണ് 3 പറഞ്ഞു, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫിബ്രിനോജൻ പറഞ്ഞു. ഫിബ്രിനോജൻ എന്താണെന്ന് പറഞ്ഞു. സിറവും പ്ലാസ്മയും തമ്മിൽ ഫിബ്രിനോജൻ ഡിഫറൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സിറത്തിൽ ഫിബ്രിനോജൻ ഇല്ല, പ്ലാസ്മയിൽ ഫിബ്രിനോജൻ ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത്. മനസ്സിലായോ, സിറത്തിൽ ഫിബ്രിനോജൻ ഇല്ല, പ്ലാസ്മയിൽ ഫിബ്രിനോജൻ ഉണ്ട്. ഇതാണ് ഡിഫറൻസ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ നോർമൽ വാല്യൂസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4.7 gram/. സിറം ആൽബുമിൻ്റെ നോർമൽ വാല്യൂ 4.7 gram/. ആണ്. സിറം ഗ്ലോബുലിൻ്റെ നോർമൽ വാല്യൂ 6.3 gram/. ആണ്. 2.3 gram/. ആണ് ഗ്ലോബുലിൻ്റെ നോർമൽ വാല്യൂ. പിന്നെ ഫിബ്രിനോജൻ്റെ നോർമൽ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.3 gram/. 0.3 gram/. അതിൻ്റെ ഫിബ്രിനോജൻ്റെ നോർമൽ വാല്യൂ. ഇനി ഫിബ്രിനോജൻ്റെ നോർമൽ വാല്യൂ ഇനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ആൽബുമിൻ്റെയും ഗ്ലോബുലിൻ്റെയും റേഷ്യോ എത്രയായിരിക്കും, ആൽബുമിൻ ഗ്ലോബുലിൻ റേഷ്യോ. നമ്മളിപ്പോൾ 3 പറഞ്ഞു, 3 ടൈപ്പ് പ്ലാസ്മ പ്രോട്ടീൻസ് 3 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ നോർമൽ വാല്യൂ പറഞ്ഞു, എങ്ങനെയാണ് ഒരു ബ്ലഡ് കട്ട പിടിച്ച് സിറം ആയിട്ട് മാറണമെന്ന് പറഞ്ഞു, സിറവും പ്ലാസ്മയും തമ്മിലുള്ള ഡിഫറൻസും പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ആൽബുമിനും ഗ്ലോബുലിനും ഒരു റേഷ്യോ ഉണ്ട്. ആൽബുമിനും ഗ്ലോബുലിനും തമ്മിൽ ഒരു റേഷ്യോ 2:1 എന്നൊരു റേഷ്യോയിലാണ് നമ്മൾ ആൽബുമിനും ഗ്ലോബുലിനും ഉള്ളത്. പ്ലാസ്മയിൽ ഉള്ളത് ആൽബുമിനും ഗ്ലോബുലിനും 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഉള്ളത്.
ഈ ഗ്ലോബുലിനെ 3 ടൈപ്പായി തരംതിരിച്ചിട്ടുണ്ട്. ഗ്ലോബുലിനെ 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ആൽഫ ഗ്ലോബുലിൻ, ബീറ്റ ഗ്ലോബുലിൻ, ഗാമ ഗ്ലോബുലിൻ. അങ്ങനെ 3ആയിട്ട് നമ്മുടെ ഗ്ലോബുലിനെ ഡിഫറൻസിയേഷൻ ചെയ്തിട്ടുണ്ട്. ആൽഫ ഗ്ലോബുലിൻ, ബീറ്റ ഗ്ലോബുലിൻ, ഗാമ ഗ്ലോബുലിൻ, ഇങ്ങനെ 3 തരംതിരിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇപ്പോൾ എന്താണ് പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് പ്ലാസ്മ പ്രോട്ടീൻസിൽ ഉള്ളത്, പ്ലാസ്മ പ്രോട്ടീൻസിലുണ്ടാകുന്ന പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ഹെഡിങ്, ഒരു സൈഡ് ഹെഡിങ് പോലെ പറയുന്നത്. ഇതെല്ലാം നോട്ട്സായിട്ട്, മാക്സിമം നോട്ട്സായിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് നോർമലി നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ഒനിയോട്ടിക് പ്രഷർ, ഓങ്കോട്ടിക് പ്രഷർ. ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷർ. എന്താ ഓസ്മോട്ടിക് പ്രഷർ എന്ന് ഓർമ്മയുണ്ടോ? ബ്ലഡ് ഫ്ലോ ആവാൻ സഹായിക്കുന്ന പ്രഷർ, ഓർമ്മയുണ്ടോ? അതുതന്നെയാണ് ഈ ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറയുന്ന സാധനം. ഓങ്കോട്ടിക് പ്രഷറും ഓസ്മോട്ടിക് പ്രഷറും ഒന്ന് തന്നെയാണ്. പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് എന്തിന് സഹായിക്കുന്നത്? ഈ ഓങ്കോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ഉണ്ടാവാൻ നമുക്ക് സഹായിക്കുന്നത്. അപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓസ്മോട്ടിക് പ്രഷർ. പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് ആർക്ക് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്? ഓസ്മോട്ടിക് പ്രഷറിന് റെസ്പോൺസിബിളായിട്ട് ഉള്ളത്. അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറിനെ സഹായിക്കുന്നത് ആര് തന്നെയാണ്? പ്ലാസ്മ പ്രോട്ടീൻസ് തന്നെയാണ്. അപ്പോൾ കൊളോയിഡൽ പ്രഷർ എന്നും ഇതിനെ പറയാറുണ്ട്. കൊളോയിഡൽ പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് ഒണിയോട്ടിക് അല്ലെങ്കിൽ കൊളോയിഡൽ പ്രഷർ എന്ന് പറയുന്നുണ്ട്. 25 mmHg തന്നെയാണ് ഇതിൻ്റെ പ്രഷർ വാല്യൂ. പ്രഷർ എന്ന് പറഞ്ഞാൽ 25 mmHg തന്നെയാണ്. പിന്നെ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.026 ആണ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി, പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. പിന്നെ ബഫർ ആക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ഓഫ് ഹൈഡ്രജൻ അയൺസിനെ നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസ് അക്സെപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലേ? ആ അക്സെപ്റ്റ് ചെയ്തെടുക്കുന്ന ആക്ഷൻ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനാണ് ബഫർ ആക്ഷൻ എന്ന് പറയുന്നത്. ബഫർ ആക്ഷൻ അല്ലെങ്കിൽ ബഫറിങ് ആക്ഷൻ, ടോട്ടൽ ബഫറിങ് ആക്ഷൻ എന്ന് പറയുന്നത്. അക്സെപ്റ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് ബഫറിങ് ആക്ഷൻ അല്ലെങ്കിൽ ബഫർ ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്ലാസ്മ പ്രോട്ടീൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉത്ഭവം എന്നൊക്കെ പറയാം അല്ലേ? പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉത്ഭവം എന്ന് പറയാം. അപ്പോൾ ഒറിജിൻ ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ്, എവിടെ നിന്നാണ് ഈ പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്? അങ്ങനെ നോക്കിയാൽ അഡൾട്ട്സിൽ, നോർമൽ ഒരു ഏജായ അഡൾട്ട്സിൽ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെക്ടിക്യൂലിയോ എൻഡോത്തീലിയൽ സെൽസ് ഓഫ് ലിവറിലുള്ള റെക്ടിക്യൂലിയോ എൻഡോത്തീലിയൽ സെൽസിൽ നിന്നും ആരുണ്ടാവുന്നുണ്ട്? പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ടാവുന്നുണ്ട്. പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ ഒറിജിൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സ്പ്ലീൻ, ബോൺ മാരോ അങ്ങനെയുള്ള അവിടെ നിന്ന് നമ്മുടെ എന്താണ് അഡൾട്ട്സിൽ അങ്ങനെയുള്ളതാണ് നമ്മുടെ. പിന്നെ അതുകൂടാതെ ഗ്ലോബുലിനും ലിംഫോസൈറ്റ് ഗ്ലോബുലിനും ബി ലിംഫോസൈറ്റിൽ നിന്നും ആരെന്താണ്ട് പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ടാവുന്നുണ്ട്. ഇനി എംബ്രിയോ എന്ന് പറഞ്ഞാൽ എന്താ? വയറ്റിനകത്ത് കിടക്കുന്ന ഒരു കുട്ടി, അതിനെയാണ് ഈ എംബ്രിയോ എന്ന് പറയുന്നത് അല്ലേ? എംബ്രിയോയിലും ഉണ്ട് നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസ് ഒറിജിൻ ആവണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫങ്ഷൻ ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ 10 ഫങ്ഷൻസ് ഉണ്ട് പ്ലാസ്മ പ്രോട്ടീൻസിൽ. 10 ഫങ്ഷൻസ് ഉണ്ട് പ്ലാസ്മ പ്രോട്ടീൻസിൽ. അതിൽ ഫസ്റ്റത്തെ റോൾ ഇൻ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിൻ്റെ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡിൻ്റെ കൊയാഗുലേഷൻ ആര് സഹായിക്കുന്നു? പ്ലാസ്മ പ്രോട്ടീൻസ് സഹായിക്കുന്നുണ്ട്. ഫിബ്രിനോജൻ ഈസ് എസെൻഷ്യൽ ഫോർ കൊയാഗുലേഷൻ. ഫിബ്രിനോജൻ ആണ് കൂടുതലായിട്ടും എന്ത് സംഭവിക്കുന്നത്?
കൊയാഗുലേഷൻ നടക്കാൻ സഹായിക്കുന്നത് ഫിബ്രിനോജനാണ്. രണ്ടാമത്തെ റോൾ ഇൻ ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ റോള്. പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ ഡിഫെൻസ് മെക്കാനിസത്തിലുണ്ടാകുന്ന റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ റോൾ, പ്ലാസ്മ പ്രോട്ടീനിന് ഡിഫെൻസ് മെക്കാനിസത്തിലുണ്ടാകുന്ന റോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ടു ഗ്ലോബുലിൻസും ആൻറ്റിബോഡീസും ഗ്ലോബുലിൻസും ചേർന്നിട്ടാണ് നമ്മുടെ ഡിഫെൻസ് മെക്കാനിസത്തിന് സഹായിക്കുന്നത്. അതുതന്നെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആയിട്ട് മാറുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ കൂടാനല്ലേ, അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആയിട്ടും അവർ മാറുന്നുണ്ട്. ഇനി മൂന്നാമത്തെ റോൾ ഇൻ ട്രാൻസ്പോർട്ട് മെക്കാനിസത്തിൻ്റെ റോൾ. ട്രാൻസ്പോർട്ട് മെക്കാനിസത്തിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്പോർട്ട് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് ഒന്ന് കൺവേർട്ടായി മാറാം. അതാണ് ട്രാൻസ്പോർട്ട് മെക്കാനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആൽബുമിൻ പിന്നെ ഗ്ലോബുലിനും ആൽഫ ഗ്ലോബുലിനും ബീറ്റ ഗ്ലോബുലിനൊക്കെ എന്തായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ഹോർമോൺസും എൻസൈംസൊക്കെ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആര് സഹായിക്കുന്നു? ആൽബുമിനും ഗ്ലോബുലിനൊക്കെ ഈ സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ സഹായിക്കുന്നുണ്ട്. ഹോർമോൺസിനെയും എൻസൈംസ് എക്സെട്ര ഇതിനെയൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ആൽബുമിനും ഗ്ലോബുലിൻസൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഗ്ലോബുലിൻ, ആൽഫ ഗ്ലോബുലിൻ, ബീറ്റ ഗ്ലോബുലിൻ ചേർന്നിട്ട് എന്താവും? മെറ്റൽസായി കൺവേർട്ട് ആവുന്നുണ്ട്. മെറ്റൽസായിട്ടും കൺവേർട്ടഡ് ആവുന്നുണ്ട്. ഇനി നാലാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പറഞ്ഞത് കറക്റ്റായി വായിച്ച് നോക്കുക. ഫങ്ഷൻ ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നാലാമത്തെ മെയിൻ്റെനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ മെയിൻ്റെനൻസ്. ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ മെയിൻ്റെനൻസ്. അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകുക എന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത് കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ആരൊക്കെയാണ്? അല്ലെങ്കിൽ പ്ലാസ്മ പ്രോട്ടീൻസാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് പറഞ്ഞത്. ലാർജ് സൈസ് ഓഫ് cannot posed capillary membrane. ലാർജ് സൈസ് ഓഫ് പാർട്ടിക്കിൾസ് പ്ലാസ്മ പ്രോട്ടീൻസിൽ ലാർജ് സൈസ് നമ്മുടെ കാപ്പിലറി ബ്ലഡിൽ പ്രഷർ ചെയ്യാൻ സഹായിക്കുന്നില്ല. കാപ്പിലറി ബ്ലഡിൽ പോസ് ചെയ്യാൻ സഹായിക്കുന്നില്ല. പകരം റിമാൻ ബ്ലഡ് ബാക്കിയുള്ള മെംബ്രെയിൻസിലാണ് കൂടുതലായിട്ടും ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. കൊളോയിഡൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലാർജ് സൈസ്, നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ ലാർജ് സൈസ് കാപ്പിലറി മെംബ്രെയിനിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബാക്കിയുള്ള റിമൈനിങ് ബ്ലഡിലാണ് കൂടുതൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത്. അതിൻ്റെ പ്രഷറാണ് 25 mmHg എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഗുലേഷൻ ഓഫ് ആസിഡ് ബേസ് ബാലൻസ്. റെഗുലേഷൻ ഓഫ് ആസിഡ് ബേസ് ബാലൻസ്. ആസിഡിൻ്റെ ബേസിൻ്റെ ബാലൻസിങ് കൺട്രോൾ ചെയ്യുക. റെഗുലേഷൻ ചെയ്യുന്നതാണ് കൺട്രോൾ ചെയ്യുന്നത് ആരൊക്കെയാണ്? ആൽബുമിനും ബഫറിങ് ആക്ഷനുമാണ് ആസിഡ് ബേസ് ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇനി റോൾ ഇൻ വിസ്കോസിറ്റി ഓഫ് ബ്ലഡിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് റോൾ ഇൻ വിസ്കോസിറ്റി ഓഫ് ബ്ലഡിൻ്റെ വിസ്കോസിറ്റി ഏതാ? ആൽബുമിൻ പ്രൊവൈഡ്സ് മാക്സിമം വിസ്കോസിറ്റി. മാക്സിമം വിസ്കോസിറ്റി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ
ഒരു എന്താ പറയുക ഞെരുക്കം അല്ലെങ്കിൽ കറക്റ്റായി പോകാനുള്ളൊരു ഇത് അല്ലേ, അതാണ് ഈ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അതാണ് ആൽബുമിൻ മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റോളിൻ എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റൈറ്റ് അല്ലെങ്കിൽ ESR. ESRൻ്റെ റോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ESR പഠിക്കുമ്പോൾ തന്നെ കറക്റ്റായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റോൾ എന്താണ്. ഇപ്പോൾ ആൽബുമിൻ ഫിബ്രിനോജൻ്റെയും ആക്ടിവേഷനാണ് എന്തിന് സഹായിക്കുന്നത്, റൂലെക്സ് ഫോർമേഷന് സഹായിക്കുന്നത്. റൂലെക്സ് ഫോർമേഷൻ നടക്കുമ്പോഴാണ് നമ്മുടെ ESR എന്ന് പറഞ്ഞ ടെസ്റ്റ് കറക്റ്റായിട്ട് നടക്കണമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫിബ്രിനോജൻ കാര്യങ്ങളൊക്കെ താഴെ അടിഞ്ഞുകൂടി മുകളിൽ പ്ലാസ്മ മാത്രം ആവാം. അതാണ് ESR നടക്കാനുള്ള കാരണം. പിന്നെ സസ്പെൻഷൻ സ്റ്റെബിലിറ്റി ഓഫ് RBCൻ്റെ സസ്പെൻഷൻ സ്റ്റെബിലിറ്റി. എന്താ സസ്പെൻഷൻ സ്റ്റെബിലിറ്റി? സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിയിട്ടുള്ള ഭാഗം എന്നൊക്കെയാണല്ലേ, സസ്പെൻഡായി ബാക്കിയുള്ള ഭാഗം ഗ്ലോബുലിൻ ആൻഡ് ഫിബ്രിനോജൻ അടിയിലുള്ളതായിരിക്കും. RBC സെഡിമെൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിൽ സസ്പെൻഷൻ ഭാഗം അടിയിൽ പോർഷനിൽ എന്തൊക്കെ ഉണ്ടാവും, ഗ്ലോബുലിനും ഫിബ്രിനോജൻ ഉണ്ടാവും. പിന്നെ 9ാമത്തെ റോൾ ഇൻ പ്രൊഡക്ഷൻ ഓഫ് ടെലിഫോൺ സബ്സ്ട്രേറ്റ്സ്. ടെലിഫോൺ സബ്സ്ട്രേറ്റിൻ്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നത് അതിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നറിഷ്മെൻറ്റ് ഓഫ് ടിഷ്യൂസിനെ നരിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആക്കുക അങ്ങനെയുള്ളൊരു മീനിങ്. എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, അതാണ് വേറൊരു ടെലിഫോൺ സബ്സ്ട്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂസിൻ്റെ നരിഷ്മെൻറ്റിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. 10ാമത്തെ റോൾ ആസ് റിസർവ് പ്രോട്ടീൻസ്. റോൾ ആസ് റിസർവ് പ്രോട്ടീൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റത്തെയാണ് റിസർവ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതിൻ്റെ റോൾ അക്യൂറിങ് ഫാസ്റ്റിംഗ് എന്താ പറയുക, ഫുഡ് ഡൈജഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാസ്റ്റായിട്ട് നടക്കാൻ. എന്താണ് എനർജി സ്റ്റോർ ചെയ്യുക. അക്യൂറിങ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എനർജി സ്റ്റോർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ടു ഓൾ.